പാരസൈറ്റ് ദ ഗ്രേ എന്ന് പറഞ്ഞ സീരീസ് എനിക്ക് നല്ലൊരു നൈസായിട്ടുള്ള നല്ലൊരു സീരീസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഈ സീരീസ് എന്ന് പറയുമ്പോൾ പാരസൈറ്റ് എന്ന് പറയുന്ന ആനിമേൻ്റെ ബേസ് ആയിട്ടുള്ള ലൈവ് ആക്ഷൻ സീരീസാണ്. സോ അതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന സീരീസാണ്. സോ സ്പിൻ ഓഫ് ഓർ സീക്വൽ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു മോഡൽ വരുന്ന സീരീസാണ് ഈ പാരസൈറ്റിൻ്റെ ആനിമയിലെ ഒരു മാങ്കയിലെ ബേസ്ഡ് ആയിട്ടുള്ള. സോ ആ കാര്യം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു ആനിമ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് കാണുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഈ ഒരു സീരീസ് നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഒരു ആനിമ കണ്ടിട്ടില്ല, ആനിമ കാണുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ആ ഫസ്റ്റ് ഒരു ഈ സീസൺ എപ്പിസോഡ് തന്നെ ഇവർ ഈ ഒരു സീരീസിൻ്റെ മോഡൽ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ആനിമ കാണാൻ ഒരു നിർബന്ധമില്ല. ആ ഒരു വേൾഡിൽ നടക്കുന്ന വേറൊരു ക്യാരക്ടറിൻ്റെ കഥയാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ നല്ല ക്ലിയർ ആക്കി തരുന്നുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ആനിമയ്ക്ക് നല്ലൊരു ആനിമേറ്റിന് ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആനിമേ ലൈവ് അഡാപ്റ്റേഷൻ വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട വൺ പീസ് ലൈവ് അഡാപ്റ്റേഷൻ ആയിരുന്നു. അതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പാരസൈറ്റ് ദ ഗ്രേ എന്ന് പറഞ്ഞാൽ കാരണം രണ്ടും നല്ല ഈക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ലൈവ് അഡാപ്റ്റേഷനൊക്കെ ഇങ്ങനെ കൊളാക്കി വെക്കലുണ്ട്. ബട്ട് ഈ ഒരു സാധനം നല്ല ഈക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡെത്ത് നോട്ടൊക്കെ അറിയാലോ. സോ ആ ഒരു കാര്യത്തിൽ നല്ല ഈക്കനെ ഇവർ വിജയിച്ചിട്ടുണ്ട് വേണം പറയാം. പിന്നെ ഈ സീസൺ നല്ലൊരു സ്റ്റോറി ലൈനും കൊടുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് പാരസൈറ്റ്സ് ഇപ്പോൾ നമുക്കിനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വൈറസും കാര്യങ്ങളും ഇപ്പോൾ കൊറോണ വൈറസ് പോലെ തന്നെ സംഭവം. സോ ഒരു പാരസൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്യുന്നതും അങ്ങനത്തെ ഒരു സാധനമാണ്. സോ ആ ഒരു സ്പീഷീസും നമ്മൾ ഈ ഹ്യൂമൻ ബേക്സും കൂടിയുള്ള കോ എക്സിസ്റ്റിംഗ് ആണ് ഈ സീസൺ ത്രൂ ഔട്ട് കാണിക്കുന്നത്. സോ ആ ഹ്യൂമൻസും ഈ പാരസൈറ്റ്സും തമ്മിൽ കോൺഫ്ലിക്ട്സും കാര്യങ്ങളാണ് നല്ലോണം എടുത്ത് കാണിക്കുന്നത്. സോ അതാണ് ഈ സീരീസിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത്. സോ ഒരു കോൺസെപ്റ്റ് പോലെ തന്നെ കുറേയധികം സീരീസും ആനിമേഷനും നമ്മൾ മുമ്പ് കണ്ടതാണെങ്കിലും ഇതിനകത്ത് വ്യത്യസ്തമാക്കുന്നത് ഇതിനകത്ത് ആ സ്റ്റോറി ലൈനും സ്റ്റോറി ടെല്ലിംഗ് കൊണ്ട് തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിൽ നല്ല ഇങ്ങനെ ഫ്രഷ്നെസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു പാരസൈറ്റിൻ്റെ കുറേ എബിലിറ്റീസും കാര്യങ്ങളിലുണ്ട്. അതെല്ലാം നല്ല ഇങ്ങനെ ഫ്രഷ്നെസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ മുന്നത്തെ ആനിമേഷനും കാര്യങ്ങളായിട്ട് തീരെ അധികം റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. സോ അതെല്ലാം നല്ല ഈക്കായി തോന്നി. പിന്നെ എനിക്ക് ഈ സീസൺ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഫൈറ്റ് സീക്വൻസും VFX CGI ആണ്. അതിൻ്റെ അകത്ത് ഈ ഒരു പാരസൈറ്റ്സിനെ കാണിക്കുമ്പോൾ VFX CGI ഒരു രക്ഷയില്ല. നല്ല ഇങ്ങനെ ക്വാളിറ്റി സീരീസാണ് ഈ സീരീസിന് ആദ്യം പറയണം. അതുമാത്രമല്ല ഈ ക്വാളിറ്റി VFXും CGI അതിൻ്റെ അത് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ ഒരു കാര്യം നല്ല വെടുപ്പായിട്ട് തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. ആ ഒരു VFX കാര്യങ്ങൾ എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളിലും നല്ല ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ 2 പാരസൈറ്റ്സ് എല്ലാം അടികൂടുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നല്ല ഗംഭീരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഷൈക്കി ക്യാംസിട്ടാണ് എല്ലാ ഫൈറ്റ് സീക്വൻസ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലവർക്കൊന്നും ആ ഫൈറ്റ് സീക്വൻസ് ഡേക്കൂല. അത് ക്യാമറ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ചിലവർക്കൊന്നും തേക്കൂല. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. സോ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല ഇങ്ങനെ ഇമേഴ്സിഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു സീരീസ് കാണുമ്പോൾ. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഫൈറ്റിലുള്ള പോലെ തന്നെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. സോ ആ ഷെയ്ക്കി ക്യാംസും കാര്യങ്ങളും പരിപാടിയുള്ള ഫൈറ്റ് സീക്വൻസുള്ള ഗംഭീരമായിട്ട് തന്നെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി. സോ ആ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഈ ഒരു പാരസൈറ്റിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം കാണിക്കുന്ന ആ പാരസൈറ്റിൻ്റെ അതെല്ലാം VFX CGI ഒക്കെ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് മേജർ പോസിറ്റീവാണ് ഈ ഒരു സീരീസിൽ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു സാധനം ഇല്ലെങ്കിൽ പിന്നെ ഒരു രസമില്ല. പിന്നെ ഒരു ആനിമി കാണുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് തരിക. സോ ഒരു ലൈവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല ഗംഭീരത്തിന് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര വെടിപ്പായിട്ടുള്ള സീരീസ് അടിപൊളി കിട്ടുന്ന സീരീസ് എന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് ആസ് എ ലൈവ് അഡാപ്റ്റേഷൻ നല്ലൊരു സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആകെ 6 എപ്പിസോഡ്സേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു വട്ടെങ്കിലും കാണാൻ പറ്റുന്ന നല്ലൊരു സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു സീരീസിൻ്റെ പേസിംഗ് ആണ്. ഈ സീരീസിൻ്റെ പേസിംഗ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ പേസിംഗ് ആണ് പോകുന്നത്. അത് അധികം ഫാസ്റ്റ് പേസും അല്ല, അധികം സ്ലോ പേസും അല്ല. അങ്ങനത്തെ ഒരു പേസിംഗ് ആണ്, നോർമൽ പേസിംഗ് ആണ് ഈ സീരീസ് മുമ്പോട്ട് പോകുന്നത്. സോ ഒരു പേസിംഗ് ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഈ സീരീസ് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് ഫസ്റ്റ് തൊട്ട് തന്നെ ഈ 2 എപ്പിസോഡെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് കണക്ട് ആയവർക്ക് എന്തായാലും ഈ സീരീസ് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് നല്ല എൻഗേജിങ് ആയി തോന്നി. അതായത് ബോറടിയോ ലാഗോ തോന്നിക്കില്ല. ചിലവർക്ക് നല്ല ലാഗോ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് നല്ല എൻഗേജിങ് ആയിരുന്നു. ആ ഒരു പേസിങ് കറക്റ്റ് കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീരീസ് വിടൂല. പിന്നെ നമ്മൾ ആ സീരീസിന് വിടൂല. പിന്നെ ആ ഒരു ഇങ്ങനെ തന്നെ ആ സ്മൂത്ത്, ആ ഒരു സീരീസ് പോകുന്ന സ്മൂത്ത് പേഴ്സണിലാണ് ഇങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് എല്ലാം. അതിൻ്റെ പേസിങ് നമ്മളിങ്ങനെ പോയിക്കോളും കണ്ടിട്ട്. സോ ആകെ 6 എപ്പിസോഡ്സേ ഉള്ളൂ. 6 എപ്പിസോഡിൽ തന്നെ എന്താണ് ഈ വേൾഡിൽ നടക്കുന്നത്, എന്താണ് ഈ പാരസൈറ്റിൽ നല്ലൊരിക്കലും ഐഡിയയും കാര്യങ്ങളും ഈ ഫസ്റ്റ് 6 എപ്പിസോഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇനി സീസൺ 2 എന്തായാലും ഉണ്ടാവും. നല്ലൊരു ക്ലിഫ് ഹാങ്കറാണ് സീസൺ 1 ലാസ്റ്റ് 6ാമത്തെ എപ്പിസോഡിൽ കണ്ടത്. എസ്പെഷ്യലി ഈ ആനിമെ, ഈ ഒരു പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ആനിമെ കണ്ടവർക്ക് നല്ല ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളിലുണ്ട്. സോ ഞാൻ ആനിമെ കണ്ടിട്ടില്ല, ആനിമെ കാണണം. ആനിമെ കണ്ടിട്ട് ഇനി സീസൺ 2 കാണുന്നതാണ് എനിക്ക് നല്ല തോന്നുന്നു. കണ്ട സ്പിൻ ഓഫ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിയാൻ കുറേ ആനിമെ കണ്ടവർക്ക് നല്ല ഇങ്ങനെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഉണ്ടാവും. സോ ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് ഫീൽ ആയിട്ടുണ്ടാവില്ല. ബട്ട് ലാസ്റ്റത്തെ ഒരു സീക്വൻസ് എനിക്ക് അതിലേക്ക് തന്നെ ഫീൽ ചെയ്തു. അത് ആനിമെ കാണുന്നവർക്ക് അതിലേക്ക് തന്നെ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാം കൊണ്ട് ഒരു നല്ലൊരു ആനിമെ ലൈവ് അഡാപ്റ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ള ഈ സീരീസ്. സോ 6 എപ്പിസോഡ്സ് ആയിരുന്നു ടോട്ടൽ ഈ സീസൺ 1 ഇറങ്ങിയത്. സോ കണ്ടിട്ടില്ലാത്തതിൻ്റെ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ നല്ലൊരു സീരീസാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.